ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ഡാൻസിങ് ഡോളാണ്. കണ്ടോ, ഡാൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ ഒരു ഫ്ലവർ നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരു കുഞ്ഞുകുട്ടി ഡാൻസ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് തോന്നും, ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു പ്ലാൻസാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്സ്. അത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. വലിയ പോട്ടിലൊക്കെ ഇത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും വീട്ടിലുണ്ടാവുക. പിന്നെ നമ്മൾ കാണുന്ന ഒരു കളർ ലീഫുള്ള ഒരു പ്ലാന്റ്സ് ആണ്. ഇതിൽ പിങ്ക് ആൻഡ് മെറൂൺ കളറാണ് വന്നിരിക്കുന്നത്. നല്ല ചെടികളും നല്ല പ്ലാന്റ്സുകളുമാണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തത് കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ പിഡിലാന്തസിൻ്റെ പിങ്ക് ആൻഡ് ഗ്രീൻ ആണ്. ചെറിയ ചെറിയ ലീഫാണ്. അതും ഇതേപോലെ ബുഷിയായിട്ട് നമുക്ക് വീട്ടിൽ നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ഭംഗിയിൽ, നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ട് ഇവൻ നിൽക്കും. അത്രയും നല്ല ഒരു പ്ലാന്റ്സാണത്. ഇനി അടുത്ത പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്നത് മയൂരി ഫേണാണ്. മയൂരി ഫേണ ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കും. ഇതിൻ്റെ എല്ലാം സിംഗിൾ ഷൂട്ടാണ് ഞാൻ തരുന്നത്. ഇനി അടുത്തത് കാണിക്കുന്ന ഇതേ ഒരു സുന്ദരിക്കുട്ടി. ഈ സുന്ദരിക്കുട്ടിയുടെ പേര് ദുരാന്ത എന്നാണ്. ഇത് കാണാൻ വയലറ്റ് കളറാണ്. നല്ല കൊലകൊലകളായിട്ട് പൂക്കളുണ്ടാവും. അടുത്ത് കാണിക്കുന്ന റെഡ് ജിഞ്ചർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇതും അതേപോലെ തന്നെയാണ്. നല്ല കുട്ടപ്പനായിട്ട് നല്ല ഭംഗിയിൽ ബുഷിയായിട്ട് വളരും. ഇപ്പോൾ കാണുന്ന കണക്കാക്കേണ്ട, മഴക്കാലം ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്ലവർ എല്ലാം പോയി കഴിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇതിൻ്റെ 1-2 ഷെയ്ഡ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് അതേ ഉള്ളൂ പ്ലാന്റ്സ്. ഇത് വന്നിട്ട് പിഡിലാന്തസ് ആണ്. പിഡിലാന്തസിൻ്റെ കേളിയാണ് ഇത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ആയിട്ട് നമുക്ക് വയ്ക്കാം. ഇതും പിഡിലാന്തസിൻ്റെ കേളി ഞാനൊരു ഹാങ്ങിങ് ബോട്ടിൽ വെച്ചതാണ് ഇത്. അതിലും ഒരു പിങ്ക് കളർ വരും. അതിൻ്റെ ഇലയൊക്കെ ചുരുണ്ടിട്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഇത്. നമുക്കൊരു ചട്ടിയിൽ സെറ്റ് ചെയ്യാം, ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം. നല്ലൊരു പ്ലാന്റ്സാണ് ഇത്. ഇൻഡോറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ഈ കാണുന്നത് ബോർഡർ പ്ലാന്റ്സ് ആണ്. ഇത് പഴയ കാലങ്ങളിലെ തൊട്ടുള്ളൊരു പ്ലാന്റ്സാണ്. ഇതിനെ ബോർഡർ പ്ലാന്റ്സ് എന്ന് പറയും. നമുക്ക് ബോർഡറിൽ നമുക്കത് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവുക. ഇത് ബോർഡർ പ്ലാന്റ്സ് ആണ്. പക്ഷേ ഇതിൻ്റെ കളർ രണ്ടും വ്യത്യാസമുണ്ട്. ഈ ഒരു പ്ലാന്റ്സിൻ്റെ പേര് എനിക്ക് അത്രയും കിട്ടില്ല. ജസ്റ്റിക്ക പ്ലാന്റ്സ് എന്നോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് വിട്ടുപോയി. പക്ഷെ നല്ല ബുഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പിങ്ക് കളറ് പൂവ് നല്ല ഭംഗിയായിട്ട് നിൽക്കും വീട്ടുമുറ്റത്ത്. അതിന് മഴക്കാലെന്നോ വേനൽക്കാലെന്നോ ഒന്നുമില്ല, നിറയെ പൂക്കളുണ്ടായിരിക്കും. ഇത് ഒരു ടൈപ്പ് ബുഷ് പ്ലാന്റ് ആണ്. ഇതേപോലെയുള്ള ചട്ടികളുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഈ ഒരു പോട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതും നല്ല പ്ലാന്റ്സുകളാണ്. വീട്ടിൽ ബുഷിയാക്കിയിട്ട് ഇതേപോലെ നല്ല ചട്ടികളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ സെയിലിന് വേണ്ടിയിട്ട് നമ്മുടെ അതിൽ സെറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത് അത്ര ഭംഗി തോന്നാത്തത്. പക്ഷെ നിങ്ങളൊക്കെ വീട്ടിലേക്കാണ് വാങ്ങിച്ച് വെക്കുന്നത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. അതൊരു ഫ്രീ ഗിഫ്റ്റാണ്. ഇതിൽ വെള്ള കാന്താരി തരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്. പച്ചമുളക് വരുന്നുണ്ട്, വഴുതിന, കത്തിരിക്കായ വരുന്നുണ്ട്, തക്കാളി, 4 ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വന്നിട്ട് പീകോക്ക് ഫെദർ പ്ലാന്റ്സ് ആണ്. കണ്ടോ, അതായത് മയിൽപീലിയുടെ പോലെയുള്ള ലീഫാണ്. ഇതിന് കാണാൻ നല്ല ഭംഗി. ഇതിലൊരു വയലറ്റ് കളർ പൂവാണ് ഉണ്ടാവുക. അടിപൊളി ഭംഗിയാണ് ഇത് മുറ്റത്തൊക്കെ നിൽക്കുന്നത് കാണാൻ. നല്ല ഇഷ്ടപ്പെട്ടൊരു ലീഫാണ് എനിക്കിത്. കാണാനും നല്ല ഭംഗിയായില്ല. ആ വയലറ്റ് കളറൊക്കെ പൂവ് നിൽക്കുന്നത് കാണാൻ എന്തൊരു ചന്താണ്. ഇതിൻ്റെ വയലറ്റ് കളർ പൂവൊക്കെ ഇപ്പോൾ ഈ മഴയത്ത് പോയിട്ടാണ് നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റാത്തത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ തന്നെയാണ് ഇതും. അതിൻ്റെ ലീഫും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. വാട്സപ്പ് നമ്പർ, അതിൽ വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ഡവ് ഫെദർ ഓർക്കിഡാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രാവിൻ്റെ തൂവൽ പോലെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ നിൽക്കുക. ഈ പൂവ് ചെറിയ പൂവ് മൊട്ടിട്ട് വരുന്നേ ഉള്ളൂ. നല്ല കൊലകളായിട്ട് നല്ല ഒരു 2 അടി 3 അടി ഉയരത്തിലൊക്കെ ഈ ഫ്ലവർ നിൽക്കും. അതേപോലെ ഫ്ലവർ ഒരു മാസത്തോളം കൊഴിയില്ല. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഒരു മൊട്ട് ചെറുതായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. വലിയ പൂക്കളെല്ലാം കൊഴിഞ്ഞ് വീണ് പോയി മഴയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്ലാൻസ് എല്ലാം തുടങ്ങുന്ന 40 രൂപ വെച്ചിട്ട്
90 രൂപയ്ക്ക് ഉള്ളിലാണ് നമ്മുടെ പ്ലാൻസുകൾ തുടങ്ങുന്നത്. എത്രയും പെട്ടെന്ന്, വളരെ പരിമിതമായിട്ടേ സ്റ്റോക്കുള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻസ് ബുക്ക് ചെയ്യുക. താങ്ക്